صفر ربيع الأول ربيع الثاني في زمن الإسلام جمادى الأولى جمادى الأخرى رجب بن شعبان رمضان 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 إن شاء الله. അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ നിന്ന് ലിറ്ററേച്ചർ MA ലിറ്ററേച്ചർ പാസ്സാകുന്നതിനോടൊപ്പം ആലിം കോഴ്സ് പാസ്സാകുന്നവർ ഇന്ന് അവിടെ നിന്ന് പാസ്സായവർ പ്രൊഫസർമാരായി ജോലി ചെയ്യുന്നവരുണ്ട്, അഡ്വക്കേറ്റുമാരായി ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഉന്നതമായ പല ഉദ്യോഗങ്ങളും വഹിക്കുന്നതിനോടൊപ്പം മതപ്രബോധനം നടത്തുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ വരുംകാലത്തെ ഇസ്ലാമിക പ്രവർത്തന രംഗം അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മഹല്ലുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ മഹല്ലുകളിലെയും മുസ്ലിം സഹോദരന്മാരുടെ സർവതോന്മുഖമായ പുരോഗതി നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്റെ ശിഷ്ടായുസിൽ കഴിയുന്ന സേവനം എല്ലാവരുമായി യോജിച്ചും സഹകരിച്ചും ഇനി ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ എന്റെ ഒരു വാക്ക് കൊണ്ട് ഞാൻ ഇനി ഭിന്നിപ്പുണ്ടാക്കില്ല എന്ന് ജയിലിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ കാരണമായിട്ട് ഉമ്മത്തിനിടയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പറയേണ്ട വേദിയിൽ സൗമ്യമായി ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പലർക്കും എന്നോട് വളരെ വേദനയോടുകൂടി പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദിന്റെ പഴയ പ്രസംഗം എനിക്ക് കേൾക്കാൻ പറ്റുമോ, ഉസ്താദിന്റെ ശൈലി എനിക്ക് കേൾക്കാൻ പറ്റുമോ. മെലിഞ്ഞാൽ ഞാൻ ഇങ്ങോ വരുന്നതിന് മുമ്പ് ഒരു മതവിദ്യാർത്ഥിയായ കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദെ ഇനി റസൂലുള്ളാഹിയെ കുറിച്ച് പ്രസംഗിക്കുവോ? എന്താന്ന് ചോദിച്ചു. പല ഉസ്താദിന്റെ തിരുവനന്തപുരത്തെ പ്രസംഗം കേട്ടപ്പോഴേ അതൊന്നും ഇനി ഉണ്ടാകില്ല എന്ന് തോന്നിപ്പോയി എന്ന്. ഇല്ല മക്കളെ, മഅ്ദനി തന്നെയാണ്. മഅ്ദനിക്ക് മഹാനായ പ്രവാചകനെ വിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിനെ വിട്ട്, വിശുദ്ധ ഖുർആനെ വിട്ട് ഒരു കളിയുമില്ല. മഅ്ദനി ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഏത് ഘട്ടത്തിൽ മഅ്ദനിക്ക് വേണ്ടി ശ്രദ്ധിച്ചാലും വമാലക്കും ലാ തുഖാതലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയതി അൽവാലിമി അഹ്ലുഹാ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന്റെ മുന്നിലാണ്. ആ ഖുർആൻ ിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഭൂമിയിൽ പീഡനങ്ങൾ സഹിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ മോചനത്തിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുമ്പോൾ, മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് സത്യവിശ്വാസികളെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയാണ് മഅ്ദിനു വേണ്ടിയുള്ള മഅ്ദനിയുടെ പോരാട്ടം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അൻവാർശ്ശേരിയിലെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ എന്റെ പ്രസംഗം ഒരു തരത്തിലുള്ള ഭിന്നിപ്പിനും കാരണമാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നവർക്ക് വേഗം എന്നെ കൊല്ലാൻ പറ്റും എന്നാണെന്നൊന്നും ആരും കരുതണ്ട. 10 കൊല്ലം ഞാൻ ജയിലിൽ ഇരുന്നിട്ടാണ് വന്നത്. ഒരുപാട് ക്രിമിനലുകളെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് ക്രിമിനലുകളോട് സഹവസിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി എന്റെ സ്വഭാവത്തിലും ശൈലിയും ഒക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ ഞാൻ വിഡ്ഢിയാകും എന്നാലും തെറ്റിദ്ധരിക്കരുത് മക്കളെ, ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. അത് ഞാൻ കോഴിക്കോട് പറഞ്ഞു. എന്താ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ പോടാ എന്ന് പറഞ്ഞത് പോടാ. പണ്ട് ഞാൻ ഇങ്ങനെ പോടാ എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഞാൻ തീവ്രവാദിയായി പോയി, ഞാൻ രാജ്യദ്രോഹിയായി പോയി, ഞാൻ കുഴപ്പക്കാരനായി പോയി, ഞാൻ സംഘടനത്തിന്റെ ആളായി പോയി. പക്ഷേ സംഘടനവും സംഘർഷവും ഒന്നും ഞാൻ ഒരിക്കലും ആഹ്വാനം ചെയ്തിരുന്നില്ല. എന്റെ എത്രയോ കാസറ്റുകൾ ദുബൈയിലും അബുദാബിയിലും ഷാർജയിലും അല്ലയിലുമെല്ലാം ഇന്നും വിൽക്കപ്പെടുന്നുണ്ട്. എത്രയോ സഹോദരന്മാർ കാസറ്റുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാസറ്റിൽ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഏതെങ്കിലും അമ്പലം തകർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും അമുസ്ലിം സഹോദരനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും അമുസ്ലിമിന്റെ രക്തമെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അകാരണമായി ഏതെങ്കിലും സഹോദരന്മാർക്ക് നേരെ നാം പോരാട്ടത്തിന്റെ വഴികൾ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ബഗൽപൂരിലും ജബൽപൂരിലും ബിജ്നോറിലുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. എന്റെ സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. എന്റെ സമുദായത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്. എന്റെ സമുദായത്തിന്റെ ഭവനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. എന്റെ സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്
സത്യം തന്നെ ആയിരുന്നില്ലേ? മഅദനി പുറത്തുണ്ടായിരുന്നത് കൊണ്ടാണോ ഗുജറാത്തിൽ കലാപം നടന്നത്? മഅദനി പുറത്തുണ്ടായിരുന്നത് കൊണ്ടാണോ, മഅദനി വർഗീയത ഇളക്കി വിട്ടത് കൊണ്ടാണോ ഗുജറാത്തിലെ പിഞ്ചു കുട്ടികളുടെ, പെൺകുട്ടികളുടെ ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് തീയടിച്ച് കൊന്നുകളഞ്ഞത്? അല്ല മക്കളെ, മഅദനി പുറത്തുണ്ടായിരുന്നത് കൊണ്ടോ, മഅദനി കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടോ അല്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ ശത്രുവിനെ കുറിച്ച് ഞാൻ അതിരൂക്ഷമായ ശൈലിയിൽ വിമർശിച്ചിട്ടുണ്ട്, കഠിനമായ ശൈലിയിൽ വിമർശിച്ചിട്ടുണ്ട്. അത് വർഗീയ ശത്രുക്കളായാലും ശരി, രാഷ്ട്രീയ ശത്രുക്കളായാലും ശരി, ഞാൻ ഒരുപാട് കഠിനമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ചെടുത്ത ഒരു തീരുമാനങ്ങളിൽ ഒരു തീരുമാനമാണ് ഇൻഷാ അല്ലാഹ്, ഞാനിനി പുറത്തിറങ്ങിയാൽ ഞാൻ വിമർശിക്കേണ്ടവരെ വിമർശിക്കും, വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വിമർശിക്കുമ്പോൾ ഞാൻ ശൈലി വളരെ മയപ്പെടുത്തും, കഠിനമായ ശൈലി ഞാൻ ഉപേക്ഷിക്കും. അത് എന്റെ തീരുമാനമാണ്. അതുപോലെ ഞാൻ കാരണമായി ഞാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ പേരെടുത്ത് പറഞ്ഞ് രൂക്ഷമായി വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം സഹോദരന്മാരുടെ ഞാൻ കാരണമായി ഒരു ഭിന്നിപ്പ് രൂപപ്പെടുന്നതിന് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി കാരണക്കാരനാവുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്റെ ഒരു ജയിലിൽ വെച്ചുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. ഇൻഷാ അല്ലാഹ് ആ കരാർ ഞാൻ പാലിക്കും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴും അപ്പോൾ അൻവാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. കേരളത്തിലെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും, മുസ്ലിം സമുദായത്തിലെ പട്ടിണിപ്പാവങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർക്ക് നിരവധി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സംഘടനകളുടെ പരിധികൾക്കുള്ളിലേക്കൊന്നും പെടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക്, ആ സഹോദരങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്നുള്ള തീരുമാനമുണ്ട്. സന്ദർഭോചിതമായി പറയുകയാണ്, എന്റെ കൂടെ വന്ന കുട്ടികൾ ഞാൻ വരുമ്പോൾ അൻവാറിന്റെ കുറച്ച് കലണ്ടർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ ഇടയ്ക്ക് കയറി ആരംഭിക്കണ്ട, ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സൈഡിലൊക്കെ അവർ നിൽക്കുന്നുണ്ടാകും. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ സംഭാവന കൊടുത്തിട്ട് കലണ്ടർ വാങ്ങാൻ കഴിഞ്ഞാൽ വേറെ എവിടെ ഇപ്പൊ എനിക്കറിയാം, കൈ നീട്ടിയാൽ എനിക്ക് 1,00,000 ദിർഹം ഇവിടെ പിരിഞ്ഞു കിട്ടും. പക്ഷെ അത് പിരിഞ്ഞു കിട്ടിയാൽ അപകടമാണ്, അതുകൊണ്ട് ഞാൻ പിരിക്കുന്നില്ല. കേരളത്തിലായിരുന്നു ആളുകൾ എന്റെ മുന്നിലുണ്ടാവുകയും ഇത്രയും സമയം നിൽക്കുകയും അൻവാറിന്റെ കാര്യം ഞാൻ പറയുകയും ചെയ്താൽ 2,00,000 രൂപ പിരിക്കാതെ ഞാൻ ആ പരിപാടി അവസാനിപ്പിക്കില്ലായിരുന്നു. അൻവാറിന് വേണ്ടി ഇവിടെയും എനിക്ക് ഉറപ്പുണ്ട്, കൈ നീട്ടിയാൽ 1,00,000 ദിർഹം ഈസി ആയിട്ട് കിട്ടൂല്ലേ? കിട്ടും. പക്ഷെ ഞാൻ കൈ നീട്ടുന്നില്ല. കാരണം നീട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾക്ക് കഴിഞ്ഞ ഇവിടെ വന്നോളോ നിർബന്ധമുള്ളതുകൊണ്ടല്ല ഈ പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരാനും നിങ്ങളെയൊക്കെ കാണാനും ഒക്കെ കഴിയുന്നതും മറ്റു പല ഏതെങ്കിലും ഒക്കെ ദീനീ പ്രവർത്തനങ്ങളുടെ ഭാഗമായും പങ്കാളിയാകാനും ഒക്കെ കഴിയുന്നത് അൽഹംദുലില്ലാഹ് നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെയൊക്കെ ഇതുപോലെ എനിക്ക് ഒന്നിച്ച് നാട്ടിൽ കിട്ടി സംസാരിക്കാൻ പറ്റൂലല്ലോ, ഇതുപോലെ എന്റെ വികാരം പങ്കിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആഗ്രഹമുണ്ട്. നിശ്ചയിച്ചവരും നിശ്ചയിച്ചില്ലേ, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഖുർആൻ അവാർഡ് ദാന പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു, കത്ത് വന്നു. ആ കത്ത് കൊടുത്തുകൊണ്ടാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തത്. പക്ഷേ പാസ്പോർട്ട് അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് കിട്ടി. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായ വക്കീൽ എതിർത്തിരുന്നുവെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ മഅദനിക്ക് പാസ്പോർട്ട് കൊടുക്കുന്നതിന് യാതൊരു വിധമായ എതിർപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ പാസ്പോർട്ട് കോടതി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടു. 3 കേസുകളിൽ 3 കോടതികളിലുള്ള കേസിൽ 3 കോടതിയുടെ അനുകൂല വിധി ഉണ്ടായാലേ കൊടുക്കാൻ പാടുള്ളൂ. അനുകൂല വിധി ഉണ്ടായാൽ 48 മണിക്കൂറിനകം പാസ്പോർട്ട് കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. 3 കോടതികളെയും സമീപിച്ചു. 3 കോടതികളിലെ ജഡ്ജിമാരും പാസ്പോർട്ട് തരാൻ വേണ്ടി ഓർഡർ ഇട്ടു. ഒരു അവസാനം പാസ്പോർട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഖുർആൻ അവാർഡ് ദാന പരിപാടി അങ്ങനെ പോയി. അവസാനം പിന്നെ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമുക്കെന്താ ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോരുത്തർക്കും അവരവർക്കുള്ളതുണ്ട്, നമുക്ക് നമ്മുടേതുണ്ട്, അവർക്ക് അവരുടേതുണ്ട്. അങ്ങനെ അതങ്ങ് പോയി കിട്ടി. എന്തായാലും അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് വല്ലാത്ത വിഷമം. ഞങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചതാണ്, വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. എങ്ങനെങ്കിലും ഉസ്താദ് ഒന്ന് വരണം. പക്ഷെ വിസ എടുത്തയക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് വന്നു, കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. അബുദാബിയിലും അതുപോലെ പൊതുപരിപാടി നടന്നില്ലെങ്കിലും ദുബൈയിലും ഇന്നലെ ഹാൾ മീറ്റിംഗിൽ എന്റെ സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചു. അൽഹംദുലില്ലാഹ് സന്തോഷകരമായി വരാൻ പറ്റി. അപ്പൊ ഇനിയും കാണാനും ബന്ധപ്പെടാനും ഒക്കെ അള്ളാഹുവിന്റെ വിധിയിലുണ്ടെങ്കിൽ നമുക്കത് തടസ്സമായി കൂടാത്തത് കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പിരിവൊന്നും എടുക്കുന്നില്ല. പക്ഷെ കലണ്ടർ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചേക്കുക ഇൻഷാ അല്ലാഹ്, കയ്യിലുള്ള സംഭാവന കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അൻവാർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്കും സംഘടനാ വ്യത്യാസമില്ലാതെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെയും നന്മയ്ക്ക് അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കർമ്മ പദ്ധതി തന്നെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിന്റെ ഗുണം ആ സ്ഥാപനത്തിന്റെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഒരു മതകലാലയത്തിൽ നിന്ന് പഠിക്കുന്നവർ പള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. പള്ളി ജോലി ചെയ്താൽ മാത്രമേ മതപഠനത്തിന്റെ അർത്ഥമാവുകയുള്ളൂ എന്ന് കരുതുന്നത് ശരിയല്ല.
അതുകൊണ്ട് ഉമ്മത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുക, പണ്ഡിതന്മാരെ ഇറക്കുക, ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ അറിയുക, അത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുക, അതിന് തീരുമാനങ്ങൾ ഉണ്ടാവുക, അത് നടപ്പിലാക്കുക. ഇതിനു വേണ്ടി അൻവാർ കേരളത്തിലെ മറ്റേതൊരു സ്ഥാപനത്തെക്കാളും മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കും. നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും എക്കാലത്തും ഉണ്ടാകണം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അൻവാർ സ്ഥാപനങ്ങളുടെ കാര്യത്തിലേക്ക് കടന്നുപോയത് എവിടെന്നാ കടന്നുപോയത് ഓർമ്മയുണ്ടോ? ത്വായിഫിലെ കാര്യത്തിൽ നിന്ന്, പലിശയുടെ കാര്യത്തിൽ നിന്ന് അങ്ങനെ പോയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരുമിച്ച് കൂടലിൽ നിന്ന് ഗുണമുണ്ടാകണം. മഹാനായ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പലിശയാണെന്നൊരു സംശയം വന്നപ്പോ തന്നെ എന്ത് ചെയ്തു? അവൻ കൊടുത്തു. പലിശ വാങ്ങുക എന്നത് തെറ്റാണ്, പലിശ കൊടുക്കലും തെറ്റാണ്, പലിശയുടെ കണക്കെഴുതലും തെറ്റാണ്. ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കണം. പലിശയിൽ ബന്ധപ്പെട്ട ഒരുപാട് പേരെന്റെ മുന്നിലുണ്ട്. പലിശ വാങ്ങുന്ന ഒറ്റയാളും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈ വിശുദ്ധ റമദാനിൽ, ഈ ദീനീ സംഗമത്തിൽ പലിശ വാങ്ങുന്ന ഒരാൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ അപമാനമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ പലിശ കൊടുക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും, പലിശയിൽ പെട്ടുപോയവർ ഈ കൂട്ടത്തിലുണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, എന്ത് കഷ്ടം സഹിച്ചും, എന്ത് ത്യാഗം സഹിച്ചും, ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം വിറ്റിട്ടായാലും, ഒരുപക്ഷെ കടപ്പാടം വിറ്റിട്ടായാലും, പലിശയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്ന് ഉറക്കെ ആമീൻ പറ. ആമീന്റെ ശക്തി കൊണ്ട് മനസ്സുകളിൽ ചലനം വരട്ടെ. അല്ലാഹുവേ, ഞങ്ങളത് ഈ പലിശയിൽ നിന്ന് മുക്തരാക്കണം നാഥാ. ഒരിക്കലും പലിശയുമായി ബന്ധപ്പെട്ട് പോകാതെ കാക്കണം നാഥാ. അഥവാ ആരെങ്കിലും ഞങ്ങളിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പലിശയിൽ ബന്ധപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ അനുഗ്രഹീതമായ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10 ഒറ്റരാവായി 25 രാവിലെ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള ഈ അനുഗ്രഹീത രാത്രിയിൽ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് തമ്പുരാനെ, ആ പലിശയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ നാഥാ. പലിശയുടെ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥാ. പണയം വെക്കാൻ പാടുണ്ടോ? പാടില്ല. ഉസ്താദ് എന്തൊക്കെയായി വന്ന് പറയുന്നേ. ശരിയാ മക്കളെ, എന്നെക്കാളും ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള പണ്ഡിതന്മാരുണ്ട്, അവരോട് ചോദിച്ചു നോക്കുക. പണയം വെക്കാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലിശയിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു തആല നമ്മളെ അതിനെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ പലിശയിൽ ഒഴിഞ്ഞു നിൽക്കുക. ഒരു സംശയം ചോദിച്ചതാ, ഇൻഷാ അല്ലാഹ് ഞാൻ വ്യക്തിപരമായി മറുപടി പറഞ്ഞു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിനൊരു തീരുമാനമെടുക്കണം. ഒന്ന്, മഹാനായ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ എങ്ങനെ കടന്നുപോയതാണ്. ത്വായിഫിലെ മലഞ്ചെരുവിൽ വെച്ച്, ശഅബ് അബീ താലിബിൽ വെച്ച് നമ്മുടെ പ്രവാചകൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു, പട്ടിണി കിടന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പ്രവാചകന്റെ അവസ്ഥ എത്തിയപ്പോൾ, രുചികരമായ യാതൊരു ഭക്ഷണവും കഴിക്കാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, മഹാനായ നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേവലിന്റെ ചെരുപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ കഷ്ടപ്പാടുകൾ സഹിച്ചു, പ്രയാസങ്ങൾ സഹിച്ചു. പ്രവാചകൻ ത്വായിഫിലെ മലഞ്ചെരുവിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയും. പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഏറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ത്വായിഫിൽ പോയത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാ ഭാഗത്തും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചിന്തിച്ചു, ത്വായിഫാണല്ലോ എന്റെ ഉമ്മാടെ നാടാണല്ലോ. ഉമ്മായുടെ നാട്ടുകാർക്ക്, സാധാരണ ഉമ്മാടെ ബന്ധുക്കൾക്ക് മക്കളോട് കൂടുതൽ സ്നേഹം തോന്നാറുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ നിന്നെങ്കിലും ഒരല്പം സ്നേഹം എനിക്ക് കിട്ടും, അവിടെ നിന്നെങ്കിലും ഒരല്പം കരുണ എനിക്ക് കിട്ടുമെന്ന് കരുതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ ചെന്ന് ഓരോരുത്തരെയും കണ്ട് പറയാൻ തുടങ്ങി. ത്വായിഫിലെ പ്രമാണിമാരോട് ഇസ്ലാമിന്റെ സന്ദേശം പറയാൻ തുടങ്ങി. അവരത് സ്വീകരിച്ചെന്ന് മാത്രമല്ല, പ്രവാചകനെ പരിഹസിച്ചു. ആദ്യം കണ്ടയാളും പരിഹസിച്ചു, രണ്ടാമത് കണ്ടയാളും പരിഹസിച്ചു, മൂന്നാമത് കണ്ടയാളും പരിഹസിച്ചു. എന്നിട്ട് പ്രവാചകൻ പിന്നീട് വീണ്ടും മാർക്കറ്റിലേക്ക് പോയി, ത്വായിഫിലെ മാർക്കറ്റിലേക്ക് പോയി. അവിടെ കച്ചവടം നടത്തുന്ന സ്ത്രീ പുരുഷന്മാരോട് പോയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞു. ആകാശഭൂമികളുടെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം. ആ
അള്ളാഹുവിന്റെ വിനീതനായ പ്രവാചകനാണ് ഞാൻ, അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രവാചകനെ അവർ സ്വീകരിച്ചു മാത്രമല്ല, പ്രവാചകനെ അവർ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവസാനം അവരോട് റിക്വസ്റ്റ് വെച്ച് നോക്കി. തായിഫിലെ പ്രിയപ്പെട്ട ആൾ, തായിഫിലെ തന്റെ ബന്ധുക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തായിഫിലെ മക്കളെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഞാൻ പറയുന്നത് സ്വീകരിക്കുന്നില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ഒരു ചെറിയ സഹായം ചെയ്യണം. മക്കൾക്കാരനെ ഒരുപാട് എന്നെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ജിബ്രീൽ കണ്ട നക്ഷത്രമാകുന്നു. അത് 70,000 വർഷത്തിലൊരിക്കൽ ഉദിച്ചിട്ട് ആ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ, അന്തരീക്ഷം പ്രപഞ്ചമില്ലാത്ത കാലഘട്ടത്തിൽ ജിബ്രീൽ കണ്ട നക്ഷത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം. ആ റസൂലുള്ളാഹിയുടെ പ്രകാശമാണ് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ മൊത്തം റോ മെറ്റീരിയൽ എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അംശം ഈ ടംബ്ലറിലുണ്ട് മക്കളെ, ഈ മൈക്രോഫോണിലുണ്ട് മക്കളെ, ഈ തൊപ്പിയിലുണ്ട് മക്കളെ, ഈ ജുബയിലുണ്ട് മക്കളെ, ഈ ഓരോരുത്തരിലുമുണ്ട് മക്കളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിന്റെ അംശമാണ് നാം ഓരോരുത്തരും. ആ റസൂലുള്ള നമ്മളിലുണ്ട്. ആ റസൂലുള്ളാഹിയെ അറിയാൻ നമുക്ക് പറ്റണം, ആ റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം, ആ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു പോയാൽ ഈ ഒരു രാത്രി മതിയാകില്ല മക്കളെ പ്രസംഗിച്ചു തീർക്കാൻ. ഈ ഒരു രാത്രി മതിയാകില്ലെങ്കിൽ അബ്ദുന്നാസർ മഅദനിയെക്കാളും ഈ രംഗത്ത് ഒരുപാട് മേലെ നിൽക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഒരു ജീവിതം മൊത്തം പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം ഇതാണെങ്കിൽ, മറുഭാഗം അല്ലാഹുവിന്റെ റസൂൽ തായിഫിന്റെ മലഞ്ചെരുവിൽ ഏറുകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു പെർമിഷൻ തരുമോ, ഒരു അനുവാദം തരുമോ? ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ വെച്ച് തായിഫ് നിവാസികളെ പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിച്ച് പപ്പടം പോലെ ആക്കി തരാൻ നബിയെ, തകർത്ത് തരിപ്പണമാക്കി തരാൻ നബിയെ, ഒന്ന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ ജനതയ്ക്ക് മാപ്പ് കൊടുക്കുക, അദാബറക്കല്ല റബ്ബേ, നശിപ്പിക്കല്ല റബ്ബേ, തകർക്കല്ല റബ്ബേ, പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിക്കല്ല റബ്ബേ, അവർ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, അവർക്ക് മാപ്പ് കൊടുക്കണമേ എന്ന് പറഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ കാരുണ്യം, ആ കാരുണ്യം, ആ കരുണ, ആ കാരുണ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാകേണ്ട മാസമാണ് മക്കളെ വിശുദ്ധ മാസം. ആ കാരുണ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാകണം. മുസ്ലിം തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് കരുണ ചെയ്യുമ്പോഴാണ്, ആ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മളിൽ ആ കാരുണ്യം ഉണ്ടാകണം, നമ്മുടെ സഹോദരങ്ങളോട് ആ കാരുണ്യം ഉണ്ടാകണം. വിശുദ്ധ റമദാനിൽ രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചു, പലിശയിൽ നിന്ന് അകന്നു നിൽക്കുക. രണ്ടാമത് ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടാവുക, കഷ്ടപ്പെടുന്നവരോട് സ്നേഹമുണ്ടാവുക, കഷ്ടപ്പെടുന്നവരോട് നമ്മുടെ മനസ്സലിയുക, അവരെ നമ്മൾ സഹായിക്കുക. ലോകത്തെ മുഴുവൻ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തോടും, ആദ്യം ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളായ കഷ്ടപ്പെടുന്നവരോടും, രണ്ടാമത് ലോകത്തെ മുഴുവൻ മനുഷ്യരോടും, കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുക. നമുക്ക് കരുണ ഉണ്ടാകണം, നാം കാരുണ്യത്തിന്റെ വക്താക്കളാകണം. നാം അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
മോചന പോരാട്ടം നടത്തുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളായ നാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തിൽ ഒരു തീരുമാനമെടുക്കണം. കുറഞ്ഞപക്ഷം നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആൾബലം കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആയുധബലം കൊടുക്കാൻ കഴിയാത്തവരാണ് നാം, ആൾബലം കൊടുത്ത് കഴിയാത്തവരാണ് നാം, പണം കൊടുത്ത് സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ നാം പ്രാർത്ഥന കൊണ്ട് സഹായിക്കുക. ഓരോ സുജൂദിലും നാം ദുആ ചെയ്യുക, അല്ലാഹുവേ ലോകത്തിന്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുത്തപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നീ മോചനം നൽകണം റബ്ബേ. അല്ലാഹുവേ ഗോണ്ടനാമയിലെ തടങ്കൽ പാളയങ്ങളിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ രക്ഷപ്പെടുത്തണം നാഥാ. അബൂഗരീബിൽ പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ചുകൊണ്ടുപോയി പട്ടിണിക്കിട്ട് അബൂഗരീബിലെ ജയിലിലിട്ട് അവരെ പൂട്ടിയിട്ട് അവരെ ലൈംഗിക വൈകൃതത്തിന് പോലും വിധേയരാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരന്മാരോട് അവരെ നീ പകരം ചോദിക്കണം നാഥാ. ആ ജയിലുകളിൽ കിടക്കുന്ന സഹോദരന്മാരോട് കരുണ ചെയ്യണം നാഥാ. ആത്മാർത്ഥമായി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ദ്വാരക്കാരെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാകണം. മൂന്നാമതായി ഞാൻ പറയുന്നു, റമദാനിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കുക. ഈ റമദാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ കുടുംബത്തെ ഓർത്തെപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടാകാം, മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം, സമ്പത്തിന്റെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകാം, രോഗമോർത്ത് കരഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഈ റമദാനായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും നാം ആരെങ്കിലും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹു പാപമോചനത്തിന്റെ രണ്ടാമത്തെ 10 തന്ന് ആ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറഞ്ഞു പോയിട്ട് നമ്മുടെ എത്ര പേരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു മക്കളെ? നമ്മുടെ എത്ര പേർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് തമ്പുരാനെ റമദാനാണ്, ഇനി ഒരു റമദാനിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല, ഇനി ഒരു റമദാൻ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല നാഥാ, അതുകൊണ്ട് ഈ റമദാനിൽ നീ എന്റെ പാപം പുറത്തു തരണേ എന്ന് നമ്മൾ എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പാപത്തിന്റെ മലയുടെ മുന്നിലാണുള്ളത്. നമ്മുടെ പാപം ഹിമാലയത്തിന് സമാനം, മല പോലെ പർവ്വതം പോലെ പാപങ്ങൾ കുന്നുകൂടി നിൽക്കുകയാണ്. ആ പർവ്വതങ്ങളെ തകർക്കാൻ ലോകത്തൊരു ബുൾഡോസർ കൊണ്ടും കഴിയില്ല മക്കളെ. ഒരാറ്റം ബോംബ് കൊണ്ടും ആ പാപത്തിന്റെ മല തകർക്കാൻ കഴിയില്ല. കഴിയുന്ന ഒരേ ഒരു ബുൾഡോസർ മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ കണ്ണുനീർ തുള്ളികളാണ്. നമ്മുടെ കണ്ണിൽ നിന്നും പാപത്തെ കുറിച്ച് ഓർത്ത് കണ്ണുനീർ ഒഴുകുമെങ്കിൽ അല്ലാഹു തആല നമ്മുടെ പാപത്തിന്റെ മലകൾ തീർച്ചയായിട്ടും തകർക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും മക്കളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഒരു 5 ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 6 ദിവസം ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുക, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തെ മുഴുവൻ മർദ്ദിതരുടെയും മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കഷ്ടപ്പെടുത്തപ്പെടുന്നവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും കഴിച്ച് നോമ്പ് തുറക്കാൻ കിട്ടുമ്പോൾ നോമ്പ് തുറക്കാൻ ഒരു കാരയ്ക്ക പോലും കിട്ടാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ. കൈകൾ പുറത്തേക്ക് കൂട്ടിക്കെട്ടിയിട്ട് കമഴ്ത്തി നിർത്തിയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ വേണ്ടി കൈ അഴിച്ചു വിടപ്പെടാതെ ഭക്ഷണം കൊണ്ട് മുന്നിൽ വെച്ച് കൊടുത്തിട്ട് നായ്ക്കളെ തിന്നുന്നത് പോലെ കമഴ്ന്ന് കിടന്ന് കടിച്ച് തിന്നേണ്ടി വരുന്ന ഗോണ്ടനാമയിലെ കാരാഗ്രഹങ്ങളിൽ, ഗോണ്ടനാമയിലെ തടങ്കൽ പാളയത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ, അബൂഗരീബിലെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ജൂതപരീക്ഷകളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി ഫലസ്തീന്റെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. അവരുടെ മോചനത്തിന് വേണ്ടി, അവരുടെ മുന്നിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി, അവരുടെ മുന്നിൽ ഇരുമ്പ് ചങ്ങലകൾ തകർക്കപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ വിശുദ്ധ റമദാനിൽ ദുആരക്കുക മക്കളെ. അതുപോലെ റമദാനിൽ ദുആരക്കുക. എന്തുകൊണ്ടോ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ പള്ളികളിൽ പോലും മറന്നു പോകുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ദുആരക്കാൻ കഴിയാതെ പോകുന്നു. റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ പോലും പലയിടത്തും ആ ദുആ മുഴങ്ങുന്നില്ല. തമ്പുരാനെ, എന്തൊരു വേദനാജനകമായ അവസ്ഥയാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മക്കളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് തിരിച്ചു കിട്ടണം, ബൈത്തുൽ മുഖദ്ദസ് ഈ ഉമ്മത്തിന് തിരിച്ചു കിട്ടണം, ജൂത പരീക്ഷകൾ പരാജയമടയണം, ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആരക്കുക മക്കളെ, എല്ലാ ദുആകളിലും ദുആരക്കുക. അല്ലാഹു തആല നമുക്ക് ശക്തി പകരട്ടെ, അല്ലാഹു നമുക്ക് കരുത്ത് പകരട്ടെ. ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുന്നു. എന്തെല്ലാം ന്യൂനതകളും അപാകതകളും ഉള്ളപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ലക്ഷോപലക്ഷം
അബുദാബിയിലും ദുബൈയിലും ഉൾപ്പെടെ UAE ഓരോ സ്റ്റേറ്റുകളിലും വന്ന് കഷ്ടപ്പെട്ട് അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഈ നാടിന്റെ മണ്ണിലെ എണ്ണയുടെ മണമുള്ള പണം കൊണ്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് സഹോദരിമാർ വിവാഹിതരാകുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസം നടത്തുന്ന അനാഥ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുആ ചെയ്യാം. ആധുനിക UAE ശില്പിയായ മഹാനായ ഷെയ്ഖ് സായിദിന് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിശൈഖ് സായിദ്, അല്ലാഹു മഗ്ഫിർ ലിശൈഖ് സായിദ്, അല്ലാഹു മഗ്ഫിർ ലിശൈഖ് സായിദ്. اللهم نبر قبره، اللهم افتح قبره، اللهم نبر قبره، اللهم افتح قبره، اللهم نبر قبره، اللهم افتح قبره، اللهم ادخله الجنة مع المتقين والمؤمنين والصالحين يا رب العالمين، اللهم اجره من النار. ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് തൽക്കാലം ഞാൻ യാത്ര ചോദിക്കുന്ന ഒരു ചെറിയ ദുആയോടെ നമുക്ക് പിരിയാം. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൻവാറിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അൻവാറുൽ ഇസ്ലാം കൾച്ചറൽ ഫ്രണ്ട് എന്ന പേരിൽ ഒരു ശക്തമായ ഒരു സെൻട്രൽ കമ്മിറ്റി UAE എടുത്തിട്ടുണ്ട്. റമീസ് പോണ്ടിച്ചേരി റമീസ് മാഹി പ്രസിഡന്റ് ആയിട്ടും, അതുപോലെ അജ്മൽ തിരുവനന്തപുരം എന്ന സഹോദരൻ സെക്രട്ടറി ആയിട്ടും, അതുപോലെ കരുത്തുറ്റ UAE പല ഇസ്ലാമിക പ്രവർത്തകരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൻവാറിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. അൻവാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വരും കാലങ്ങളിൽ നിങ്ങൾ ഒരു ദിർഹം കൊണ്ടെങ്കിലും സഹായിക്കാൻ കഴിയുമ്പോൾ സഹായിക്കണം. പറ്റാത്തപ്പോൾ നിങ്ങൾ പ്രാർത്ഥന കൊണ്ടെങ്കിലും സഹായിക്കണം. എപ്പോഴും എനിക്ക് വേണ്ടി ദ്വാരക്കണം. കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ എല്ലാവരും എന്റെ മോചനത്തിന് വേണ്ടി ദ്വാരന്നിട്ടുണ്ടാകും. ഈ റമദാനിൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ദ്വാ മറന്നുപോയിട്ടുണ്ടാകും. പോരാ, നരകമോചനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ദ്വാരക്കണം, പാപമോചനത്തിന് വേണ്ടി ദ്വാരക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, അൻവാർ ശൈലിയിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം, മുഴുവൻ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും ദ്വാരക്കണം. പ്രത്യേകമായി ഞാൻ നിങ്ങളോട് വീണ്ടും എനിക്ക് വേണ്ടി ദ്വാരക്കാൻ വസിയത്ത് ചെയ്തുകൊണ്ട്, കലണ്ടർ വാങ്ങാത്തവര് കഴിയുന്നത്ര കയ്യിലുള്ള ഒരു സഹായം കൊടുത്താൽ കലണ്ടർ വാങ്ങിയിട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അൻവാറിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപ വരെ പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടവണ്ണം കിടക്കാനുള്ള കെട്ടിടമില്ല, അവർക്കൊരു നിത്യവരുമാന മാർഗമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 10 ദിർഹമോ 20 ദിർഹമോ 50 ദിർഹമോ അതിനൊരു സഹായമാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ കാര്യമാണ്, സഹായിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أذل الكفر والكافرين. اللهم أذل أعداء دينك يا رب العالمين. اللهم فرق جمعهم يا جبار. اللهم شتت شملهم يا قهار. اللهم شتت شملهم يا ستار. اللهم دمرهم يا قهار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم ربنا اغفر لنا ذنوبنا كلها يا رب العالمين. اللهم اجعل رمضان الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا ذا الحبل الشديد والأمر الرشيد، نسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود الموفين لك بالعهود أركع السجود. إنك رحيم ودود وإنك تفعل ما تريد. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا رد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. اللهم آتنا وآت من ماتوا من أهلنا باليمين كتابا، واجعل من النور المستنير جلبابا، وصير الجنة بعد ذلك مآبا، وجد بعفوك عن قبيح أفعالنا وأفعالهم يا رب العالمين. അർഹമുറാഹിമീനായ തമ്പുരാനെ, കാരുണ്യവാനായ നാഥ, കരുണാവാരിധിയായ പടച്ചവനെ, ഈ വിശുദ്ധ റമദാന്റെ അവസാനത്തെ 10 അനുഗ്രഹീത രാത്രിയില് നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരില്, നിന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരില്, നിന്നിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ പേരില് ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഓരോരുത്തരെയും തമ്പുരാനെ നാളെ നിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടണം നാഥാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കി തരണം നാഥ.
ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും നിരവധി തെറ്റുകൾ ചെയ്തു പോയവരാ അല്ലാഹുവേ. ഞങ്ങളുടെ ബാഹ്യം മാത്രം കാണുന്നവർക്ക് ഞങ്ങളുടെ പാപത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് അറിയില്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കറുപ്പിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തെ സർവ്വചലനങ്ങളും അറിയുന്ന നാഥ, ഞങ്ങളുടെ പാപങ്ങളുടെ കറുപ്പ് കൊണ്ട് ഹൃദയം വല്ലാതെ കറുത്തുപോയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ മാപ്പാക്കി തരണം നാഥ. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം നാഥ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണം നാഥ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണം നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. കഠിനമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് രോഗത്തോട് മല്ലടിച്ച് തളർന്നു പോയവരുണ്ട്. രോഗം കൊണ്ട് തളർന്ന കുഞ്ഞുങ്ങളെ പരിചരിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരെ പരിചരിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അല്ലാഹുവേ, സുഹൃത്തുക്കളിൽ നിന്ന്, സഹായികളിൽ നിന്ന്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് ആരെല്ലാം ഏതെല്ലാം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ, രോഗങ്ങൾ തന്നവൻ നീ അറിഞ്ഞാണ് റബ്ബേ രോഗങ്ങൾ വന്നത്. രോഗങ്ങൾ മാറ്റാനുള്ള കഴിവും നിനക്ക് മാത്രമാണ് നാഥ. നീ ഷാഫിയാണ് നാഥ, നീ കാഫിയാണ് നാഥ. ശിഫാ നിന്റെ ഔദാര്യമാണ് നാഥ. ഞങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹായികളിൽ നിന്ന്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് ആരെല്ലാം ഏതെല്ലാം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഈ സദസ്സിൽ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഈ സദസ്സിൽ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഏതെല്ലാം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ ആ രോഗങ്ങൾ മുഴുവൻ നീ ശിഫയാക്കി തരണം നാഥ. ശിഫയാക്കി തരണം നാഥ. അല്ലാഹുവേ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള, ബ്ലഡ് ക്യാൻസർ പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കഠിനമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം നാഥ. അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങൾക്ക് നീ ഞങ്ങളെ വിധേയരാക്കല്ല നാഥ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല നാഥ. അല്ലാഹുവേ, നീ തരുന്ന കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളെ പുഞ്ചിരിയോടെ അതിനെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം നാഥ. അല്ലാഹുവേ, നിന്റെ ഈ വിരീതനായ സഹോദരന് എന്റെ കുടുംബത്തെയും എന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് 9.5 വർഷക്കാലം കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നത് നീ കബൂലാക്കണം നാഥ. അതിന് പകരം നീ സ്വർഗം തരണം നാഥ. നീ സ്വർഗം തരണം നാഥ. അല്ലാഹുവേ, അവസ്ഥ നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നഷ്ടവാളിയായി പോകും നാഥ. ആ ഒരവസ്ഥ നീ വരുത്തല്ല നാഥ. എന്റെ ജയിൽവാസവും എന്റെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതെല്ലാം റബ്ബേ നീ സ്വീകരിച്ച് പകരം സ്വർഗം തരണം നാഥ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം നിന്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിൽ കടക്കലാക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം നാഥ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ കടം കൊണ്ട് വലയുന്നവരുണ്ട്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും സഹോദരിമാരും പുറന്നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്. കിടക്കാനൊരു കിടപ്പാടമില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, 1 ഇഞ്ച് ഭൂമിയില്ലാത്തവരുണ്ട്. വിവിധ രീതികളിൽ ബുദ്ധിമുട്ടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം നാഥ. പലിശയിൽ കുടുങ്ങിപ്പോയവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം നാഥ. കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് അത് നൽകി നീ അനുഗ്രഹിക്കണം നാഥ. ഒരു വരുമാന മാർഗമില്ലാത്തവർക്ക് അത് നൽകി നീ അനുഗ്രഹിക്കണം നാഥ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം മാറ്റണം നാഥ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി പുറനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളും സഹോദരിമാരും ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് അവരെ അനുരൂപരായ വരന്മാരെ കണ്ടെത്തി നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണം നാഥ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം നാഥ. അല്ലാഹുവേ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥ. പടച്ചവനെ, ജീവിക്കാൻ വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് വരുത്തല്ല നാഥ. അല്ലാഹുവേ, എപ്പോഴും ഞങ്ങളുടെ കൈ നീ കൊടുക്കുന്ന കൈയാക്കണം നാഥ. വാങ്ങുന്ന കൈയാക്കല്ല നാഥ. ഞങ്ങൾക്ക് നീ അതിനുള്ള അവസരവും ഭാഗ്യവും തരണം നാഥ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം നാഥ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരന്മാരെയും, ഈ സംഗമത്തിൽ സഹകരിച്ച മുഴുവൻ സഹോദരന്മാരെയും, അവരുടെ സംഘടനകളെയും, ഈ സംഗമം സംഘടിപ്പിച്ച PCF-നെയും അതിന്റെ ഓരോ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏറ്റവും അവസാനമായും പ്രധാനമായും ചോദിക്കാനുള്ളത്, ഞങ്ങൾ എപ്പോൾ മരണപ്പെട്ടാലും പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചുണ്ടിൽ പുഞ്ചിരിയോടെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് റഹ്മത്തിന്റെ മാലാഖമാര് കൈപിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ
ഞങ്ങളെ നീ മരിപ്പിക്കണം നാഥ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം നാഥ. ഞങ്ങളെ നരകാവകാശികളാക്കി മരിപ്പിക്കല്ല നാഥ. നരകാവകാശികളാക്കി മരിപ്പിക്കല്ല നാഥ. ഈ ദുആ നീ സ്വീകരിക്കണം നാഥ. ഈ സദസ്സിനെ നീ കബൂലാക്കണം നാഥ. ഇഖ്ലാസ് തരണം നാഥ. ഇഖ്ലാസ് തരണം നാഥ. നീ ഇഷ്ടപ്പെട്ട സദസ്സായി ഇവിടെ നിന്ന് ഞങ്ങൾ പിരിയുമ്പോൾ തന്നെ നന്മ രേഖപ്പെടുത്തപ്പെട്ടവരായി പിരിയാൻ തൗഫീഖ് ചെയ്യണം നാഥ. ഈ ദുആ നീ സ്വീകരിക്കണം നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ബിഹഖ്ഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. صفر ربيع الأول ربيع الثاني في زمن الإسلام جمادى الأولى جمادى الأخرى رجب بن شعبان رمضان 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 إن شاء الله. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد صلى الله عليه وسلم وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, അൻവാറുൽ ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കർമ്മോത്സുകരായ ഭാരവാഹികളെ, ഇന്നത്തെ ഈ പരിപാടിയുടെ സ്വാഗത സംഘം ഭാരവാഹികളെ, മറ്റ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരും പാർട്ടി നേതാക്കന്മാരുമൊക്കെയായ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ
റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലെ പുണ്യങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുന്ന അനുഗ്രഹത്തിൻ്റെ പേമാരി പെയ്യുന്ന ഈ പുണ്യമായ 27 രാവിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മഹത്തായ അൻവാർ സ്ഥാപനങ്ങളുടെ അങ്കണത്തിൽ ഇവിടെ വിശുദ്ധ റമളാന്റെ ആദ്യ രാവ് മുതൽ അനാഥ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അൻവാറിലെ വിദ്യാർത്ഥികൾ ഓതി തീർത്ത നൂറുകണക്കിന് ഖത്തം ഖുർആൻ ഖത്തമിൻ്റെ അവസാനത്തെ ഖത്തം മോദി ഖത്തമുൽ ഖുർആൻ ദുആയിരക്കുന്ന ഈ അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നാളെ അവൻ്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിച്ചു പോകാതെ നമ്മുടെ വാക്കുകളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ചിന്തയും നമ്മുടെ കേൾവിയും എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു മുഹൂർത്തത്തിലാണ് വിനീതനായ ഞാനും ബഹുമാന്യരായ നിങ്ങളും ഉള്ളത്. 1987 ഈ മഹത്തായ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളെ ഈ സ്ഥാപനം അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾ ഓരോരുത്തരുടെയും നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യമുണ്ടായ പ്രതിസന്ധി 92 ആഗസ്റ്റ് മാസം 6-ാം തീയതി വിനീതനായ എനിക്കെതിരെ ഉണ്ടായ ബോംബാക്രമണമാണ്. ബോംബാക്രമണത്തിൽ വലതുകാൽ നഷ്ടപ്പെട്ട് ഞാൻ പിടഞ്ഞു വീണത് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ്. എൻ്റെ ശരീരത്ത് നിന്ന് ഒഴുകിയ ലിറ്റർ കണക്കിന് രക്തം ഈ അൻവാർ സ്ഥാപനങ്ങളുടെ മുന്നിലെ മണൽത്തരികളെ നനച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. എനിക്ക് ഷുഗറിൻ്റെ അസുഖം ആരംഭിച്ചിരുന്ന കാലമായിരുന്നു അത്. അന്ന് ഷുഗറിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയെന്ന വിവരം എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഡോക്ടർമാരോട് അബോധാവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊന്ന് കണ്ണു തുറന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ ഫാൻ വേണ്ട, അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. ഞാൻ പറയുകയുണ്ടായി, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ടാണ് വളരെ ശ്രദ്ധാപൂർവം അവർ കാല് മുറിച്ചു മാറ്റുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ നീക്കിയത്. അതിനുശേഷം എല്ലാവരും പറഞ്ഞത് വളരെ ശക്തമായ ഷുഗറിൻ്റെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞത് 5 മാസമെങ്കിലും കഴിഞ്ഞ് മാത്രമേ മുറിവ് ഉണങ്ങി ശരിയായി വരാൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ അൻവാർ ശരിയിൽ അനാഥ കുഞ്ഞുങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന മറ്റ് എൻ്റെ ആയിരക്കണക്കിന് സഹോദരങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം എനിക്ക് കിട്ടി. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് 2 മാസം തികയുന്നതിന് മുമ്പ് കാലിൻ്റെ മുറിവുണങ്ങി തിരിച്ചെനിക്ക് വീണ്ടും അൻവാർ ശരിയിലെത്താൻ പറ്റി. വീണ്ടും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഞാൻ പോകേണ്ടി വന്നു. ഈ സ്ഥാപനം ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ കടന്നാക്രമണത്തിന് വിധേയമായി ഈ സ്ഥാപനത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊല്ലം ജില്ലയിലെ വിവിധ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. ലോകത്ത് മറ്റൊരു സ്ഥാപനത്തിനും പറയാൻ പറ്റാത്തവണ്ണം, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും മറ്റൊരു സ്ഥാപനത്തിലെയും വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരാത്തവണ്ണമുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരിടേണ്ടി വന്നു. സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നീണ്ട 1 വർഷത്തിന് ശേഷം സ്ഥാപനം തുറന്നു കിട്ടിയെങ്കിലും മിക്കവാറും അന്ന് സ്ഥാപനത്തിലുണ്ടായിരുന്ന
ഒട്ടുമിക്ക ഉപകരണങ്ങളും സ്ഥാപനത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളും പൈസയും ഒക്കെ ഉൾപ്പെടെ പലതും നഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞു വീണ്ടും അഭിവന്ദ്യനായ എൻ്റെ ഗുരുനാഥൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ അവർകൾ അല്ലാഹു മഹാനുഭാവന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളിലും കൊച്ചുമക്കളിലും എല്ലാവരിലും അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത് രോഗങ്ങൾ ശിഫയാക്കി. ഉസ്താദിൻ്റെ പേരക്കുട്ടിക്ക് ഒരു ചെറിയ അസുഖമുണ്ട്, അല്ലാഹു അത് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ കുടുംബത്തിൽ അല്ലാഹു എല്ലാ അനുഗ്രഹവും ചെയ്യുമാറാകട്ടെ, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ബഹുമാന്യനായ ഉസ്താദ് അവറുകളുടെ സാന്നിധ്യത്തിൽ, ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ സ്ഥാപനം വീണ്ടും അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയി. നമ്മൾ കുറേശ്ശെ പച്ച പിടിച്ചു വന്നു. നമുക്ക് സ്ഥാപനത്തിൻ്റെ അങ്കണത്തിൽ നമസ്കരിക്കാൻ ആവശ്യമായൊരു ചെറിയ പള്ളി പണിഞ്ഞു. കൊച്ചു കൊച്ചു കെട്ടിടങ്ങളൊക്കെ ചെറുതായി നമ്മൾ പണിഞ്ഞു. പണിയൊക്കെ ആരംഭിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം നീങ്ങി വരുമ്പോൾ വീണ്ടും 98 മാർച്ച് 31 അകാരണമായി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അടുത്ത ദിവസം തന്നെ, അന്നത്തെ രാത്രി തന്നെ ആദരണീയരായ ഉസ്താദ് അവറുകളെയും പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. ആ സംഭവമൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വിനീതനായ ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ ആദ്യ നാളുകളിൽ ഇവിടെ നടത്തിയ സമ്മേളനത്തിൽ. എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉസ്താദ് അവറുകൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒഴിവാക്കപ്പെട്ടു. വിദ്യാർത്ഥികളും ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് നാള് റെയ്ഡിൻ്റെയും മറ്റു പല പേരിലും പീഡനങ്ങൾ അനുഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ അധ്യാപകൻ എന്നുള്ള മാറ്റി നിർത്തൽ, അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ഒരു മാറ്റമില്ലാതെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ പോലെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹിയായും അധ്യാപകനായും എല്ലാം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പുരോഗതിക്കും പിന്നിൽ പ്രവർത്തിച്ച ചേലക്കുളം അബ്ദുൽ ഹമീദ് മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ബഹുമാന്യരായ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ബഹുമാന്യനായ മഞ്ഞാടൻ ഹാജി അവറുകളുടെ നേതൃത്വത്തിൽ അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും സംസാരിച്ചാലും പറയുന്ന കാര്യമാണ്, ഏറ്റവും പ്രധാനമായി ഈമാനോടെ മൗത്താകണം, അതിനു വേണ്ടി ദ്വാരക്കണം. വളരെ പ്രായം ചെന്ന അദ്ദേഹം പ്രായാധിക്യത്തിലും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓരോ നിമിഷവും ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനും അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചുണ്ടിൽ പുഞ്ചിരിയുമായി മരിക്കാൻ 27 രാവിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ എൻ്റെ അഭിവന്ദ്യനായ പിതാവ് സീസാറ്, മുജീബ് മൗലവി, മറ്റ് ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, അഡ്വക്കേറ്റ് ഷാജഹാൻ, സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഭാരവാഹികളും ആത്മാർത്ഥമായി തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ നല്ല നിലയിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി ഈ സ്ഥാപനം നിന്നുപോകാതെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എല്ലാ 27 രാവിലെ നടക്കുന്ന പരിപാടിയിൽ ജനാബ് കുറ്റിയിൽ മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെയും മൈലക്കാട് ഷായുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഹോദരന്മാർ, ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളും ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും കൂടെ നിന്നിട്ടുള്ളവരുമായ എല്ലാവരും ഒരുമിച്ച് നിന്ന് 27 രാവിന് പരിപാടികൾ നടത്തുക, വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് നടത്തുക, ഇങ്ങനെയൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സ്ഥാപനം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായത്തോടെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണ്, ഉമ്മമാരാണ്. ഞാൻ ഒരുപാട് സുദീർഘമായി പറയുന്നില്ല, എന്നാലും ഞാൻ അന്ന് പറഞ്ഞതുപോലെ ജയിലിൽ വെച്ച് 2 വട്ടം പൊട്ടിക്കരഞ്ഞു പോയി. അതിലൊരു പ്രാവശ്യം അൻവാറിന്റെ ഭാരവാഹികൾ എന്നെ കാണാൻ വന്നപ്പോഴാണ്. NSA തടവുകാരനായി ഞാൻ സേലം സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കത്തുകൾ പോലും അയക്കാൻ കഴിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കാനോ കാര്യങ്ങൾ അറിയാനോ ഉള്ള യാതൊരു വഴിയുമില്ലാതെ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് സന്ദർശകർ വരിക. അത് തന്നെ 3 പേരെയാണ് കാണിക്കുക. അങ്ങനത്തെ അവസ്ഥയിൽ എന്താ അൻവാറിന്റെ അവസ്ഥ? അൻവാർ പൂട്ടിയോ? അൻവാർ ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ പോലും അറിയുന്നതിന് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഭാരവാഹികൾ കാണാൻ വരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചു. എന്താ കുട്ടികളുടെ അവസ്ഥ?
കുട്ടികളുണ്ടോ, പോയോ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് അൻവാർ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റാരെക്കുറിച്ചും ചോദിക്കുന്നതിന് മുമ്പ് അൻവാറിനെ കുറിച്ചാണ് ചോദിക്കുക, അന്വേഷിക്കുക. ഏത് കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിന് മുമ്പ് അൻവാറിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ്, ജയിലിലിരുന്ന് ഒരുപാട് ദുആ ചെയ്തു. ആ ദുആയുടെ ഫലം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അൻവാർ വളരെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വീണ്ടും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാപനം വളരെ സിസ്റ്റമാറ്റിക്കലായി എനിക്ക് വളരെ സന്തോഷം പകരുന്ന അവസ്ഥയിൽ സ്ഥാപനം എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അൻവാറിന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിന് ഉസ്താദ് ഉണ്ടായിരുന്നപ്പോഴുള്ള അവസ്ഥയെക്കാളും അൽഹംദുലില്ലാഹ് ശക്തമായ രീതിയിൽ സമുദായം നമ്മളെ സഹായിക്കുന്നുണ്ട്. അന്ന് 2-3 ദിവസത്തേക്കുള്ള അരിയും സാധനങ്ങളുമായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സംഭാവനകളായി വരുന്ന അരി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അധികമായതുകൊണ്ട് നമ്മളത് വിറ്റിട്ട് ആ പൈസ കൊണ്ട് മറ്റു സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അത്രത്തോളം ചാക്ക് കണക്കിന്, ടൺ കണക്കിന്, കിൻഡൽ കണക്കിന് അരി അൻവാറിന്റെ ഗോഡൌണിൽ കൂട്ടിയിട്ടിരിക്കാനുള്ള അവസ്ഥ അള്ളാഹു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലാണ് ആരെങ്കിലും ഒരു ആടിനെയൊക്കെ കൊണ്ട് തരുന്നതെങ്കിൽ ഇപ്പോൾ എപ്പോഴും നമ്മുടെ തൊഴുത്തിൽ ആടുണ്ടാവും. ആ അവസ്ഥയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അത് കേട്ടപ്പോൾ എന്റെ സമുദായം എന്നെ കൈവിട്ടില്ലല്ലോ, എന്നെ ആര് കൈവിട്ടാലും, ആരെന്നെ തീവ്രവാദിയായി മുദ്രകുത്തിയാലും, ആരെന്റെ മേൽ കുപ്രചരണങ്ങൾ നടത്തിയാലും എന്റെ പാവപ്പെട്ട സമുദായം എന്നെ കൈവിട്ടില്ലല്ലോ. കോടീശ്വരന്മാരല്ല, സമുദായത്തിലെ കോടീശ്വരന്മാരല്ല, സമുദായത്തിലെ പട്ടിണിപ്പാവങ്ങൾ, സമുദായത്തിലെ അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നവർ, അവരാണ് ഈ സ്ഥാപനത്തെ നിർത്തിയവർ, അവരാണ് ഈ സ്ഥാപനത്തിന്റെ ശക്തി, അവരാണ് ഈ സ്ഥാപനത്തിന്റെ ചാലക ശക്തി, അവരാണ് ഈ സ്ഥാപനത്തിന്റെ പിന്നിലെ സർവസ്വവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നതും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ ആരെല്ലാം എൻ്റെ സഹോദരിമാരിൽ ഇന്ന് വരെ ഒരു നയാ പൈസ അൻവാറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്രാം സ്വർണം കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും കുറഞ്ഞത് ഒന്നും കഴിയാത്തപ്പോൾ ഈ സ്ഥാപനത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ? ഈ സ്ഥാപനത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ വിനീതനായ സാരഥിയായ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? അവർക്കെല്ലാം വേണ്ടി എനിക്ക് തിരിച്ചു നൽകാൻ കിട്ടുന്ന അവസരമാണിത്. ഈ ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സിൽ വെച്ച് ഞാൻ അവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകണേ നാഥാ. നീ മാത്രമാണ് പ്രതിഫലം നൽകാൻ കഴിയുന്നവൻ, നിനക്ക് മാത്രമാണ് അതിനുള്ള ശക്തി. നീ പ്രതിഫലം നൽകണം തമ്പുരാനെ. ഈ സ്ഥാപനത്തെ നീ വളർത്തണം തമ്പുരാനെ. ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണം തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശുദ്ധ റമളാന്റെ 27 രാവാണ്. ലൈലത്തുൽ ഖദ്റാകാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള മഹാനായ നമ്മുടെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലൂടെ 27 രാവ് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദ്റാകാൻ. ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് നാം ഉള്ളത്. ഒരുപാട് പ്രാധാന്യങ്ങൾ വിശുദ്ധ റമളാനുണ്ട്. മണിക്കൂറുകളോളം പ്രസംഗിച്ചാൽ തീരാത്ത പ്രാധാന്യം. സുദീർഘമായി പ്രസംഗിക്കാവുന്ന ശാരീരികാവസ്ഥയിലല്ല ഞാനുള്ളത്. ആയുർവേദ ചികിത്സ കഴിഞ്ഞ്, ആയുർവേദ ചികിത്സയ്ക്ക് സാധാരണ നല്ലിരിക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാൾ ചികിത്സിച്ചു അത്രയും നാൾ റെസ്റ്റ് എടുക്കണം. പക്ഷേ ഒരു ദിവസം പോലെ റെസ്റ്റ് എടുക്കാൻ കഴിയാതെ പിറ്റേ ദിവസം ഞാൻ UAE പോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ UAE-ലെത്തിയപ്പോൾ അബുദാബിയിൽ നടന്ന ഒരു വലിയ പരിപാടി, ഗൾഫ് നാടുകളിൽ ഇങ്ങനൊരു ജനക്കൂട്ടം മലയാളികളുടേത് ആദ്യമാണ് എന്ന് പത്രങ്ങൾ എഴുതുന്ന വണ്ണം വമ്പിച്ച ജനക്കൂട്ടം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ സംഘടിപ്പിക്കപ്പെട്ട ഇതിനേക്കാളും വലിയൊരു ഗ്രൗണ്ടിന് ഉൾക്കൊള്ളാനാകാത്ത ജനത്തിരക്ക് കൊണ്ട് തിങ്ങി വീർപ്പുമുട്ടി അവസാനം അബുദാബി പോലീസ് വന്ന് കൺട്രോൾ ചെയ്യേണ്ടി വന്ന അവസ്ഥയിൽ അതിശക്തമായ ജനക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അപ്പോൾ ആയുർവേദ ചികിത്സയും നല്ലിരിക്കയൊക്കെ അങ്ങ് മറന്നു. അതാണല്ലോ എൻ്റെ ഒരു കുഴപ്പവും. മൈക്ക് കാണുമ്പോൾ മറ്റെല്ലാം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം പഴയ അവസ്ഥയിലേക്ക് ക്ഷീണിതമായ അവസ്ഥയിലായി, ശബ്ദം അടച്ചു, വളരെ ക്ഷീണിച്ചു. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഷാർജയിൽ ദൈദ് എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു പരിപാടിയിലും പങ്കെടുക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ്, പരിപാടി പ്ലാൻഡ് ആയിട്ടൊന്നും പോയതല്ല. ഖുർആൻ അവാർഡ് ദാന പരിപാടി ചടങ്ങ് എന്നുള്ള ഒരു പരിപാടിയിൽ അവിടെ ക്ഷണിച്ചിരുന്നു. ദുബൈയിൽ നടക്കേണ്ട പരിപാടിയായിരുന്നു അത്. പക്ഷെ ആ പരിപാടിക്ക് പാസ്പോർട്ട് സംബന്ധമായ ചില കാരണങ്ങളാൽ എനിക്ക് ചില താമസം വന്നു. അത് പാസ്പോർട്ട് ശരിയായി വന്നപ്പോഴേക്ക് ഇവിടെ പാര വെക്കാറുള്ള ചില വലിയ പാരകൾ അവിടെയും പാരയായി. അപ്പോൾ ദുബൈയിലെ പരിപാടി ആ പാരയിലങ്ങ് ഒതുങ്ങി ഒഴിവായി പോയി.
അപ്പോൾ പിന്നെ നമ്മുടെ പ്രവർത്തകർക്ക് ഞാനൊന്ന് ചെന്നേ പറ്റൂ എന്നുള്ള നിർബന്ധം. അതിനുവേണ്ടി പെട്ടെന്ന് വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ ഒന്ന് പോയി പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നു. പക്ഷെ ഒരു കാര്യം അൽഹംദുലില്ലാ, അൻവാറിന് വേണ്ടി ഒരു ന്യായമായ പ്രവർത്തനം നടത്താൻ പറ്റി. അതാണ് ആകെ നടന്നത്. ഫലപ്രദമായ ചില ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അത് അല്ലാഹു തആല വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അതാണ് ആകെ നടന്ന ഒരു കാര്യം. പ്രസംഗവും നടന്നു. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇന്നലെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ വരെ പലരും വിളിച്ച് കരയാണ്, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, വന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും അൽഹംദുലില്ലാ ഒന്ന് പോകാൻ പറ്റി. സന്തോഷം. അവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസം തികയുമ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തന്നെ എത്താനും പോകാനും ഗൾഫ് നാട്ടിലെ കഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരുടെ വേദനകളും പ്രയാസങ്ങളും നേരിട്ടറിയാനും ഒക്കെ ഒരവസരം കിട്ടിയല്ലോ. അൽഹംദുലില്ലാ. എന്തായാലും ശരീരത്തിന്റെ അവസ്ഥ ഒട്ടും പ്രസംഗിക്കാൻ പറ്റിയ അവസ്ഥയല്ല. ശബ്ദത്തിന്റെ അവസ്ഥ അതിനേക്കാളും മോശമാണ്. എന്തായാലും ചില സുപ്രധാന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കിടക്കാം. ബാങ്ക് എത്രനാ ഒരു ബാങ്ക് 6:15 ഇപ്പോൾ 5:50 അല്ലേ? 1 മണിക്കൂർ പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ്. വിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ ഖുർആൻ റമളാൻ. അല്ലാഹു തആല റമളാന് നിരവധി പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിരവധി മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഖുർആന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? റമളാന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ എന്നുമെന്നും അതുല്യമായ, ആർക്കും അതിന് തുല്യമായ ഒരു വരി പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഉത്തമമായ ഗ്രന്ഥമാണ്. ലോകത്തെ ഏറ്റവും അധികം സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാനവ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കാരുണ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, വിജ്ഞാന സമ്പാദനത്തിനും വിജ്ഞാന പ്രചരണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് പോലെ ഖുർആന്റെ ആദ്യത്തെ വാചകം തന്നെ ഇഖ്റ, നീ വായിക്കുക എന്നായിരുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഷരീഫ് അവതീർണമായത്. വായനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഈ ഖുർആനാണ് ലോകത്ത് നിന്ന് നാം കാണുന്ന എല്ലാ പുരോഗതിയുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നത് പോലെ ഖുർആൻ ആദ്യമായി പേര് പറഞ്ഞ ഉപകരണം വാളല്ല, പരിചയമല്ല, AK-47 അല്ല. ഖുർആൻ ആദ്യമായി പേര് പറഞ്ഞ ഉപകരണം ഖുർആൻ ഏറ്റവും ആദ്യം പേര് പറഞ്ഞ ഉപകരണം പേനയാണ്. പേന. വാളിന്റെ പേര് പറഞ്ഞില്ല, പരിചയുടെ പേര് പറഞ്ഞില്ല. ഖുർആൻ ആദ്യമായി പേര് പറഞ്ഞത് പേനയുടെ പേരാണ്. മഹാനായ നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആദ്യമായി അവിടുത്തെ നാക്കിലൂടെ, ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വന്ന പേര് പേനയുടെ പേരാണ്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹിയുടെ പേര് കേട്ടിട്ട പഴയ ചൈതന്യമൊക്കെ പോയല്ലോ മക്കളെ. വീണ്ടും ഒന്ന് ഉഷാറാകണ്ടേ? സ്വലാത്തിന്റെ കാര്യത്തിൽ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വലാത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട. ആ വിട്ടുവീഴ്ച ഞാൻ അനുവദിക്കുകയുമില്ല. മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തലപ്പാവിൽ ബോംബ് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആളായിട്ട് കാർട്ടൂൺ പ്രചരിച്ചു. ആ കാർട്ടൂൺ വരച്ചവനെ സംരക്ഷിക്കാൻ രാഷ്ട്രങ്ങളുണ്ടായി, അവനെ സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രങ്ങളുണ്ടായി. ലോകത്ത് മൊത്തമുള്ള മുസ്ലിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി ആളിക്കത്തിയിട്ടും ആ രോഷാഗ്നിയെ തണുപ്പിക്കാൻ തയ്യാറാകാത്തവർ വീണ്ടും വീണ്ടും ആ രോഷാഗ്നിയെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്രമകാരിയായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂണുകൾ ഇറങ്ങുന്നു. വീണ്ടും കാർട്ടൂൺ ഇറങ്ങി രണ്ടാമത്. യാഥാർത്ഥ്യം എന്താണ്? പടിഞ്ഞാറിന്റെ ഈ പരിശ്രമങ്ങൾ മഹാനായ പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനെ തീവ്രവാദിയായും ഭീകരവാദിയായും ചിത്രീകരിക്കാൻ, തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാമിന്റെ മുഖമുദ്രയായി കാണിക്കാൻ നടത്തുന്ന ഈ മുഴുവൻ പരിശ്രമങ്ങളുടെയും മുനയൊടിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ വാചകം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക നബിയേ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങയെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. ഇഖ്റ, അങ്ങ് വായിക്കുക. വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അങ്ങയുടെ തമ്പുരാൻ അത്യുദാരനാണ്. ആ തമ്പുരാന്റെ നാമത്തിൽ അങ്ങ് വായിക്കുക. പേനയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകനെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് തീവ്രവാദികളായി ചിത്രീകരിക്കുന്നവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വം പറയുകയും പ്രവാചകന്റെ മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ തീവ്രവാദ കേന്ദ്രങ്ങളായി ചിത്രീകരിക്കുന്നവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ശബ്ദിക്കുന്നതിന്റെ പേരിൽ, പ്രവാചകന് വേണ്ടി ശബ്ദിക്കുന്നതിന്റെ പേരിൽ തീവ്രവാദ മുദ്ര ചാർത്തി നിരപരാധികളെ ലോകത്തിന്റെ നാനാഭാഗത്തും കാരിരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരെ, കൈകാലുകൾ കാൽച്ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടിരിക്കുന്ന ആ നിരപരാധികളെ മുൻനിർത്തിക്കൊണ്ട്, ഗോണ്ടനാമയുടെ ജയിലിൽ കിടക്കുന്ന ആയിരങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, നൂറുകണക്കിന് സഹോദരന്മാരെ മുൻനിർത്തിക്കൊണ്ട്, ഇറാഖിലെ ജയിലുകളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് സഹോദരന്മാരെ മുൻനിർത്തിക്കൊണ്ട്, ഫലസ്തീനിലെ പിറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇസ്രായേലിലെ ജൂതപ്പരീക്ഷകൾ കൈകാലുകൾ കൂട്ടിക്കെട്ടി ഫലസ്തീനിലെ ഇസ്രായേലിലെ ജയിലുകളിൽ ഇട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് തീവ്രവാദത്തിന്റെ ശബ്ദമല്ല, ഭീകരവാദത്തിന്റെ ശബ്ദമല്ല, കടന്നാക്രമണത്തിന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ സംഘടനത്തിന്റെയും സംഘർഷണത്തിന്റെയും ശബ്ദമല്ല. ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ വാചകം വായിക്കുക, വായിക്കുക, വായിക്കുക എന്നാണ്. ജോർജ് ബുഷിന്റെ മുൻഗാമികൾ, ജോൺ ബ്ലെയറിന്റെ മുൻഗാമി, ടോണി ബ്ലെയറിന്റെ മുൻഗാമികൾ, അതുപോലെ ഓരോരുത്തരുടെയും മുൻഗാമികൾ, ഇവരെല്ലാം മെഡിറ്ററേനിയൻ നദീതീരങ്ങളിൽ ഞണ്ടുപെറുക്കി ചുട്ടു നിന്നുകൊണ്ട് നടക്കുമ്പോൾ ലോകത്താദ്യമായി വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ദീപശിഖ കൊളുത്തിയത് ഞങ്ങളുടെ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും വിമോചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലൂടെ വായിക്കാനാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കാൻ. AK-47 പേര് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ബോംബുകളുടെ പേരുകൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്കറിയുന്നത് പേനയുടെ പേരായിരുന്നു. ആ പേനയാണ് ലോകത്തുനിന്ന് നടക്കുന്ന മുഴുവൻ മാറ്റങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. ആ വിശുദ്ധ ഖുർആനാണ് ലോകത്തുനിന്ന് കാണുന്ന സർവ്വ പുരോഗതിയുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. ഖുർആൻ അന്നും ഇന്നും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് ആരാണ്? ഞാൻ കഥ പറയണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തെടുക്കാൻ വന്നവൻ, ഏറ്റവും വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമ, ഏറ്റവും വൃത്തികെട്ട മുഷ്കിന്റെ ഉടമ, ആ മഹാനായ ആ വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്ന, ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ച് വാളും കയ്യിൽ ഉയർത്തിപ്പിടിച്ച് തനിക്ക് പിടിക്കാത്തവന്റെ മൊത്തം കഴുത്ത് അന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ വെട്ടിപ്പറത്തിക്കൊണ്ടിരുന്ന ഉമർ അവസാനം ആരായി? ലോകത്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ രാജ്യത്തൊരു രാമരാജ്യം പറഞ്ഞു ഗാന്ധി. പലരും ആ രാമരാജ്യത്തെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പലരും ആ രാമരാജ്യത്തിന് ഇന്ന് തെറ്റായ വ്യാഖ്യാനം കൊടുക്കുകയാണ്. പക്ഷേ ഇന്ത്യ രാഷ്ട്രപിതാവായി വിശ്വസിക്കുന്ന ഗാന്ധി ഇന്ത്യ രാജ്യത്തെ രാമരാജ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തൊട്ടുപിന്നിൽ പറഞ്ഞു, ഞാൻ കാണുന്ന രാമരാജ്യത്തിലെ ഭരണം ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് പറഞ്ഞു. ഞാൻ കാണുന്ന രാമരാജ്യത്തിലെ ഭരണം ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് പറഞ്ഞു. ഗുജറാത്തിലെ ഭരണമല്ല, നിരപരാധികളെ വെട്ടിമുറിക്കുന്ന ഭരണമല്ല, നിരപരാധികളായ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുന്ന ഭരണമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളായ പിഞ്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് ഗുഹ്യസ്ഥാനത്ത് തീപ്പെട്ടി ഉരച്ചു വെച്ചിട്ട് ആ പെൺകുഞ്ഞുങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ കൈകെട്ടി പൊട്ടിച്ചിരിക്കുന്ന ഫാസിസത്തിന്റെ ഭരണമല്ല. ഗാന്ധി സ്വപ്നം കണ്ട ഭരണം 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുണ്ടായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ